ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മളെ വളരെയധികം വേദനിപ്പിച്ചൊരു കാര്യമായിരുന്നു നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യ അല്ലേ. അതിന് പലവിധ കാരണങ്ങളുണ്ടായിരുന്നു. ആ കുട്ടിയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. അവരുടെ അധ്യാപകർ തന്നെയാണ് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചത്. പിന്നീട് അങ്ങനെ പലവിധ പീഡനങ്ങളും അതിനുണ്ടായി, കളറിൻ്റെ പേരിലും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതൊന്നുമല്ല പറയുന്നത്. അതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആ കുട്ടിക്ക് ഒരുപാട് കോള് വരികയും എൻ്റെ അധ്യാപികയ്ക്ക് കോള് വരികയും ഒക്കെ ചെയ്ത് ആ ഒരു റീസൺ പറഞ്ഞില്ലേ. ഞാൻ ആ റീസണെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരിടത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരാൾ ഇതുപോലെ അവർക്ക് ഏതോ ഒരു ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു. ഞാൻ ബാങ്കിൻ്റെ പേര് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഒരു ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റായിട്ട് ആ ലോൺ 12 മാസം എന്നുള്ളത് അവർ 11 മാസം കൊണ്ട് അടച്ചു തീർത്ത് കഴിഞ്ഞിട്ട് അവരുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് വന്നു. അതായത് ഇതുപോലെ തന്നെ അത് ആ ലോൺ കിട്ടിയത് അവർക്ക് പിന്നെന്താ പറയുന്നത് 2 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരില്ലേ, അങ്ങനത്തെ ഒരു ലോണായിരുന്നു കിട്ടിയത്. ഒരു ലിങ്ക് വഴി ഒരു മെസ്സേജ് വഴിയൊക്കെ കിട്ടിയ ലോണായിരുന്നു. അങ്ങനെ അതുപോലെ ഒരു ലിങ്ക് വന്നു. ആ ലിങ്കിൽ കയറി അവർ ക്ലിക്ക് ചെയ്ത സമയത്ത് അപ്പോൾ ഏതോ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോയി അവരെല്ലാം അലോ കൊടുത്തു. കാരണം വായിച്ചു നോക്കിയില്ല, എല്ലാം അലോ കൊടുത്തു. അകത്ത് കയറി ലോൺ എമൗണ്ട് 50,000 നിങ്ങൾ പറയുക. 50,000 ക്ലിക്ക് ചെയ്തു. അവസാനം അക്കൗണ്ടിലേക്ക് വന്ന 1,500 രൂപയാണ് വന്നത്. അപ്പോൾ ഇവർ വിചാരിച്ച് ഈ 1,500 രൂപ ഇവർക്ക് എന്തിനാണ്, ഈ 1,500 രൂപ തിരിച്ചിട്ടേക്കാമെന്ന് കരുതിയിട്ട് ഈ പൈസ തിരിച്ചിടാനായിട്ട് നോക്കിയപ്പം അത് തിരിച്ചിടണമെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് എമൗണ്ട് കാണിക്കുന്നത് ഏകദേശം 6,500 രൂപയാണ്. അതായത് 1,500 രൂപയ്ക്ക് ഏകദേശം 5,000 രൂപ കൂടുതൽ വേണം. അപ്പോൾ ഇവർ വിചാരിച്ചൊരു കാര്യം, എന്തായാലും ഇത്രയും പൈസ വേണമല്ലോ, അത് ഒരു മാസം കഴിഞ്ഞ് സമയമുണ്ടല്ലോ, ആ സമയം എടുത്ത് അടയ്ക്കാം എന്ന് വിചാരിച്ച് അവരടയ്ക്കാതിരുന്നു. ഏകദേശം ഒരു 6ാമത്തെ ദിവസം തൊട്ട് ബൊളീവിയ, പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, കംബോഡിയ എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ പേര് വെച്ചിട്ടാണ് ഈ കോളുകൾ വരുന്നത്. കോളുകൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കോളുകളൊന്നും അല്ല വരുന്നത്. അങ്ങ് ഒരു മിനിറ്റിൽ 25 കോള് വെച്ച് വരുന്നുണ്ട്. പല നമ്പറുകളിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവസാനം ഇവർ പാനിക്കായിപ്പോയി. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ, ഒരു പാനിക്കായിപ്പോയി. അപ്പോഴത്തേക്ക് തന്നെ ഇവരുടെ കംപ്ലീറ്റ്, അതായത് ഇവരുടെ ഫോണിലുണ്ടായിരുന്ന എല്ലാ ഗാലറികളും എല്ലാ കോണ്ടാക്ട് ലിസ്റ്റും അവരുടെ കയ്യിലുണ്ട്. അവർ ഇത് വാട്സപ്പ് വഴി ഇത് കാണിക്കുന്നുണ്ട്. ഇത് കാണിച്ചിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഇവർ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, 5,000 അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അതെടുത്ത് ആ പൈസ അടച്ച് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അടുത്ത എമൗണ്ട് ക്രെഡിറ്റായി. ആ അടുത്ത എമൗണ്ട് ക്രെഡിറ്റായി എന്ന് പറഞ്ഞാൽ 6,000 ചില്ലുവാനോ എന്നാണ് എൻ്റെ ഓർമ്മ. 6,000 ചില്ലുവാൻ രൂപയോളം ക്രെഡിറ്റായി. എമൗണ്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് വന്നു. ഇവരാരോടും പറഞ്ഞില്ല. ഇവർ പാനിക്കായിപ്പോയി. ഇവരാരോടും പറഞ്ഞില്ല. കാരണം ഇവർ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഹസ്ബൻഡിൻ്റെയും പിന്നെ മറ്റുള്ള റിലേറ്റീവ്സിൻ്റെ എല്ലാം നമ്പർ കാണിച്ചിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ആക്ച്വലി അവർ പറയുന്നതനുസരിച്ചിട്ട് ഇവരുടെ ബ്രെയിൻ മറ്റു പലരുടെ കയ്യിലേക്കായിപ്പോയി. കാരണം അവർ പറയുന്ന വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പണയം വെക്കാൻ തുടങ്ങി, മറ്റു പലിശയ്ക്ക് എടുക്കാൻ തുടങ്ങി, കടം വാങ്ങിക്കാൻ തുടങ്ങി, വീട്ടിൽ നിന്നുള്ളതിൽ അടിച്ചു മാറ്റാൻ തുടങ്ങി. എങ്ങനെങ്കിലും ഇത് കൊടുത്ത് തീർക്കണം. ഇത് തീരുമോ? ഇല്ല, ഹരിശ്രീയശോഭൻ പറയുന്ന പോലെ ചില്ലിയില്ലാത്ത കുറ്റിക്കകത്തിലോട്ടാണ് പുട്ടുപൊടി ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇട്ടുകൊടുത്ത് അവസാനം ഏകദേശം ഇവർ ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പം ഇവർ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇവർ വിചാരിച്ചു ഒരാളോടെങ്കിലും പറയാം. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7-8 ലക്ഷം രൂപയോളം ഇവർ കയ്യിൽ പോയി. ആ ടൈമിൽ ഇവർക്കുണ്ടായ നഷ്ടങ്ങൾ പലതാണ്. കാരണം എങ്ങനെയോ കയ്യിലെ ക്യാഷ് നഷ്ടപ്പെടുന്നു എന്ന് വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. അതുവരെ നല്ല രീതിയിൽ ജീവിച്ചു വന്നിരുന്ന അവരുടെ കയ്യിലെ ക്യാഷ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛനില്ല, അമ്മയില്ല, പിന്നീട് സഹോദരങ്ങൾ ആരുമില്ല, അവരുടെ ബന്ധുക്കൾ ആരുമില്ല. അപ്പോൾ എന്തോ ഒരു വെറുക്കപ്പെട്ട കനി പോലാണ് ഇവരെല്ലാം കാണുന്നത്. കാരണം ഇവർക്കെല്ലാം ഇതുപോലെ ചെന്നു. അപ്പോൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിച്ചിട്ട് തിരിച്ചടയ്ക്കാത്ത ഒരാളിനെ പോലായി ഈ വ്യക്തി. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും അതുപോലായി. അപ്പം നമുക്ക് പൈസ ഉള്ളവരുടെ കൂട്ടത്തിലേ നമുക്ക് ആൾക്കാരുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ അങ്ങനെ ഇവർ ഭയങ്കര പാനിക്കായി. ഇവർ സൂയിസൈഡ് ചെയ്യാം, ഒരു ദിവസം സൂയിസൈഡ് ചെയ്യാം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ്
സകല ദൈവത്തെയും വിളിച്ചിട്ട് ഇവരുടെ ഹസ്ബൻഡിനോടും ഇവരുടെ എന്താ പറയുന്നത് പിന്നെ മകനോടും ഇവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അവർ പെട്ടെന്ന്, മകൻ IT പ്രൊഫഷനിലായിരുന്നു, അപ്പോൾ അവൻ പെട്ടെന്ന് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഇത് പോയത് പോയി, പക്ഷേ ഇനി ഇത് തിരിച്ചടയ്ക്കണ്ട, ഇങ്ങനെയുള്ള കുറേ പിന്നെ ഇത് ഫ്രോഡാണ്, ഇതൊന്നും തിരിച്ചടയ്ക്കേണ്ട, അമ്മ ഇനി റെസ്പോണ്ട് ചെയ്യേണ്ട, അമ്മ ഒരാഴ്ച ഒന്ന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറഞ്ഞു. ഹസ്ബൻഡിനോട് പറയുന്ന ഇവർക്ക് ഭയമായിരുന്നു. പറഞ്ഞപ്പോഴത്തേക്ക് സാധാരണ പോലെയല്ല, അദ്ദേഹം വളരെ എന്താ പറയുന്നത് സമാധാനത്തോടുകൂടി ഈ കാര്യങ്ങൾ കേട്ടിട്ട്, നിന്റെ ജീവൻ പോയില്ലല്ലോ, പൈസ പോയാലും നിന്റെ ജീവൻ പോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. എത്ര പേരങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വീണ്ടും ഒപ്പിടല്ലേ ഈ കോള് വന്നുകൊണ്ടിരിക്കുക. ആ കോള് വരുന്ന സമയത്ത് ഒരാഴ്ച, അപ്പോൾ ഈ കോള് വരുന്ന ടൈമിൻ്റെ ഇടയ്ക്ക് ഇവര് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. കാരണം ഒരു പരാതി എഴുതി അവിടെ കൊടുത്തു കഴിഞ്ഞപ്പം അവരും ഉപദേശിച്ചു വിട്ടു. അപ്പോൾ ഇതെല്ലാം ഏകദേശം 2 ദിവസം കൊണ്ടാണ് ഇത് നടക്കുന്നത്. അവരും ഉപദേശിച്ചു വിട്ടു. അവർ പറഞ്ഞ ധൈര്യത്തിൻ്റെ പുറത്താണ് ഇത് വീട്ടിൽ പറയുന്നത്. അങ്ങനെ ഒരാഴ്ച ഈ കോളിനോട് റെസ്പോണ്ട് ചെയ്യാതിരുന്നു. കാരണം ഒരാഴ്ച ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് 2ാമത്തെ ആഴ്ച തൊട്ട് ഒരൊറ്റ കോള് വരുന്നില്ല. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ ഭീഷണിയിൽ ആരൊക്കെ വീഴുന്നുണ്ടോ ഇപ്പം ഈ കോണ്ടാക്ട് ഹാക്ക് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കോണ്ടാക്റ്റിലുള്ളവർ ഇവരോട് റെസ്പോണ്ട് ചെയ്തു എന്ന് വിചാരിച്ചു. ഇപ്പം അവരുടെ കോൾ എടുത്തു. ഇപ്പോൾ ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ പെടുന്ന 1-2 പേർക്കായിരിക്കും, അല്ലെങ്കിൽ 3-4 പേർക്കായിരിക്കും ഇവർ ഈ മെസ്സേജ് കണ്ടിന്യൂസ് അയക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവരുടെ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ വ്യക്തിക്ക് വന്ന പോലെ തന്നെ കോള് മറ്റവർക്കും ചെല്ലും. അതാണ് നിതിൻ്റെ കാര്യത്തിൽ അധ്യാപികയ്ക്ക് കോള് വന്നു എന്ന് പറഞ്ഞത്. കാരണം 95-96 തവണ കോള് വരും. 95-96 എന്നുള്ള ഒരു 500 തവണ ഇവർ വിളിക്കും ഒരു ദിവസം. ഇത്രയും നമ്പർ ഇവിടെ കിടക്കുന്നു നമുക്ക് മനസ്സിലാകില്ല. അതുമാതിരി കോളുകൾ ചെയ്യും. അപ്പോൾ ഈ കോള് ചെല്ലുന്നവർ പാനിക്കാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പല പ്രാവശ്യവും എന്താ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനത്തെ ബോധവൽക്കരണം ഉണ്ടാകേണ്ടത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും പലർക്കും ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള ഒരു അജ്ഞതയുണ്ട്. കാരണം ഇത് അനുഭവിച്ചവർക്ക് ഈ വിഷയം മനസ്സിലാകുന്നുള്ളൂ. പലർക്കും അജ്ഞത കൊണ്ട് ഇവര് ഫ്രോഡ് ആപ്പിൽപ്പെട്ട നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ കോളുകളാണ് നമ്മളെ പാനിക്കാക്കുന്നത്. അതായത് ഒരു 500-600 കോള് പല നമ്പറുകളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വരികയും വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പിലോ നമ്മുടെ ഇൻസ്റ്റ ID-യിലോ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ അതിൽ പെട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കോണ്ടാക്റ്റ് മൊത്തം അവർ ഹാക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആരും ഇങ്ങനെ വരുന്ന കോളിനോട് പ്രതികരിക്കരുത് എന്ന് പറഞ്ഞ് ആദ്യം നമ്മളൊരു സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒക്കെ ഇടുക. ആൾക്കാരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നമ്മുടെ പേരിൽ ഇങ്ങനെ പല കോളുകൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെ വാട്സപ്പിൽ ഇങ്ങനെ കുറേ ഇമേജസ്, ആ ഇമേജസിൻ്റെ കാര്യം പറഞ്ഞില്ല, നമ്മുടെ ഫോട്ടോ വെച്ചും ചിലപ്പോൾ ആധാറിലെയും പാനിലെയും ഒക്കെ ഫോട്ടോ വെച്ചും അത് മാത്രമല്ല നമ്മുടെ ഗൂഗിൾ പേയിൽ വരെ നമ്മുടെ ഏതാണോ ഇതുള്ളത് അത് മറ്റുള്ള ഫോണിൽ നിന്ന് എടുത്തിട്ട് അതിനെ മോർഫ് ചെയ്ത് വളരെ വളരെ മോശമായിട്ടുള്ള തരത്തിലേക്കുള്ള ഫോട്ടോകൾ പല അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കും. ഇത് നമ്മൾ എന്തായാലും പെട്ടുപോയി, ഇത് ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ മനസാന്നിധ്യം കൈവിടാതെ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് രക്ഷപ്പെടാം. കാരണം ഒരിക്കലും ഗവൺമെൻറ് ഈ തരത്തിലുള്ള ലോണുകളെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ കയറി കൂടുന്ന ആപ്ലിക്കേഷൻസാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട്, എൻ്റെ പേരിൽ വരുന്ന ഒരു കോളുകളും നിങ്ങൾ ഹാൻഡിൽ ചെയ്യരുത്, അത് ഇന്ന പോലുള്ള വിഷയങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോറിയും സ്റ്റാറ്റസ് ഇടുക. പിന്നീട് ഇവർ ഏതെല്ലാം നമ്പറുകളിൽ നിന്ന് വിളിച്ചത് പറ്റുമെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ഈ നമ്പർ മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ കോളിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, കുറച്ച് സൈലൻറ്റിൽ ഇടണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇടണോ എന്നൊക്കെ ഉള്ളൂ, നമ്മൾ കോളിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും, ഒരാഴ്ച അവർ നോക്കുകയുള്ളൂ. കാരണം ഈ പൊട്ടന്മാരാണ് ഈ വിളിക്കുന്നത്. സത്യത്തിൽ അവർക്ക് നല്ല ഭാഷകൾ പോലും അറിയില്ല, പക്ഷേ വിളിക്കുന്ന ഭാഷകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛനെയും അമ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാഷകളിലാണ് വിളിക്കുന്നത്. അവിടെയാണ് നമ്മൾ വീണു പോകുന്നത്. നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ കോള് നിർത്തും. ഈ കോള് നിർത്തും. പിന്നെ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈട് വെക്കാതെ നമ്മൾ എടുക്കുന്ന ലോണുകൾക്ക് ഇപ്പം ഇതിനൊന്നും ഈടില്ല. നമ്മൾ മൊബൈലിൽ നിന്നൊക്കെ എടുക്കുന്ന ലോണുകൾക്കൊന്നും നമ്മൾ ഈട് കൊടുക്കുന്നില്ല. ആ ഈട് കൊടുക്കാത്ത ലോണുകൾ ഉൾപ്പെടെയുള്ളവർക്കൊന്നും നമ്മൾ റിക്കവർ ചെയ്യാനുള്ള അവകാശം അവർക്കില്ല.
നമ്മളിപ്പോൾ ഒരു ഗോൾഡ് വെച്ച് നമ്മൾ പൈസ എടുത്തു, ഗോൾഡ് വെച്ച് പൈസ എടുത്താൽ ആ ഗോൾഡ് വെച്ചിട്ട് എടുക്കുന്നത്, അപ്പം നമ്മൾ പൈസ അടയ്ക്കാതിരുന്ന് നമ്മുടെ പണയം ലേലത്തിൽ പോകും. അല്ലാതെ ഈട് വെക്കാതെ എടുക്കുന്ന ലോണുകൾക്കൊന്നും നമ്മൾ റിക്കവർ ചെയ്യാനുള്ള ഒരവകാശവും അവർക്കില്ല. അതിലെ ഈ എന്താ പറയുന്നത്, ഇപ്പം ഏറ്റവും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിരട്ടി കാശ് വാങ്ങിക്കുന്ന ഒരു കമ്പനിയുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി വിരട്ടി കാശ് വാങ്ങിക്കുന്ന ഒരു കമ്പനിയുണ്ട്. ഞാൻ ആ കമ്പനിയുടെ പേര് പറയുന്നില്ല. ആ കമ്പനിക്ക് ഉൾപ്പെടെ നമ്മളൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സത്യം. അവരെങ്ങനെ നമ്മുടെ പേര് കേസ് കൊടുക്കും? കാരണം നമ്മുടെ ഒരു ഈടും വാങ്ങിച്ചിട്ടില്ല. ഒരു മൊബൈലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ലോൺ തരുന്നത്. പക്ഷേ ഇവരുടെ ഭീഷണി, ലോൺ എടുത്താൽ നമ്മൾ തിരിച്ചടയ്ക്കണം, അത് നമ്മുടെ മാന്യതയാണ്. ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണം, അത് മാന്യമായ പലിശ, അത് മാന്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്കത് തിരിച്ചടച്ചേ പറ്റുള്ളൂ. അത് നമ്മുടെ എന്താ കടമയാണ്, അവകാശമല്ല കടമയാണ്. അല്ലാതെ ഇങ്ങനെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പാനിക്കാകരുത്. നിങ്ങൾ ആ ആപ്ലിക്കേഷൻസിനകത്ത് നിങ്ങൾ എന്തൊക്കെ അലോ കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ കോൺടാക്റ്റ് അതെന്നൊക്കെ അലോ കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം മാറ്റി ഇതിന് ശേഷം ഈ ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുക. വേറൊന്നും നിങ്ങൾ ചെയ്യാനില്ല. ഇതിനോട് റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇപ്പം ഒരു മോർഫ് ചെയ്തൊരു ഫോട്ടോ ഇപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുത്താൽ അത് നമ്മളെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കതിന് സാരമില്ല എന്ന് നമ്മുടെ ഒരു മനസ്സിന് കട്ടി വേണം. അത്രയേ ഉള്ളൂ. ഒരാഴ്ചത്തേക്ക് ഒരു കട്ടി വേണം. എത്ര കട്ടിയില്ലാത്തവനും ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യം മനസ്സിനകത്ത് കട്ടി വരുത്തുക. ഇതെല്ലാം ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഒരാളും ഇതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യേണ്ടി വരരുത്. കാരണം ഇത് നമ്മൾ ആരോടെങ്കിലും ഇങ്ങനൊരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും നമ്മൾ ഇൻ കേസ് നമുക്ക് അറിയാവുന്ന ഒരു പോലീസുകാരോടെങ്കിലും നമ്മൾ പറയാം, സാറേ ഞാൻ ഇന്ന ഒരു ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുക. അവിടെ തീരും നമ്മുടെ വിഷയം, അവിടെ തീരും. അപ്പോൾ അതുകൊണ്ട് ആരും പാനിക്കാകരുത്. ഞാൻ ഈ വിഷയം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അധ്യാപിക എങ്ങനെ പാനിക്കായി. നമ്മളിപ്പം എല്ലാ തരത്തിലും പറയുമ്പം ഇപ്പം ഇൻ കേസ് എനിക്കാണ് ഇങ്ങനെ ഒരു കോള് വരുന്നത്, മറ്റൊരാളെടുത്ത ലോണിൽ ഞാൻ അവരുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളതുകൊണ്ട് എനിക്കൊരു കോള് വരുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പാനിക്കാകും. അതിൻ്റെ അർത്ഥം ഞാൻ ആ കുട്ടിയെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയോ എൻ്റെ നിറത്തെ പറഞ്ഞ് ആക്ഷേപിക്കുകയോ ചെയ്യുന്നതല്ല. ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് അനുകമ്പയോടെ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അത് അധ്യാപിക മാത്രമല്ല, വീട്ടുകാരും നാട്ടുകാരും ആരായാലും ഫ്രണ്ട്സും ഒക്കെ അനുകമ്പയോടുകൂടി നിനക്ക് എന്താണ് പറ്റിയത്, ഇങ്ങനൊരു കാര്യമാണ്, ശരി നമുക്ക് രണ്ടുപേർ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോകാം, ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം എന്ന് പറയുന്നതിന് പകരം എൻ്റെ ഒരു അറിവിൽ ആ കുഞ്ഞിന് 20 വയസ്സല്ല പോട്ടെ 22 വയസ്സായിരിക്കും അവന് ആ കുഞ്ഞിനുള്ളത്. അത് എന്നെ സംബന്ധിച്ച് അവർ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നീ സ്വന്തമായിട്ട് അനുഭവിച്ചെന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ കടമയൊന്നുമല്ല. കാരണം ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള അധ്യാപകരിലെ ഒരു കാര്യം, ഞാൻ അധ്യാപകരെ ആക്ഷേപിക്കുന്നതല്ല. എൻ്റെ അമ്മ ഉൾപ്പെടെ ഒരു അധ്യാപികയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആക്ഷേപിക്കുകയല്ല. അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയം മാത്രമേ പലപ്പോഴും അവർ ശ്രദ്ധിക്കാറുള്ളൂ. കാരണം അവർ പൊതുവിജ്ഞാനം അവർക്ക് ചില അവസരങ്ങളിൽ അവർക്ക് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അധ്യാപകരെ അടച്ചാക്ഷേപിക്കുകയല്ല, അതുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നും വേണ്ട, അവനെ അടുത്തിരുത്തി മോനെ നിനക്ക് എന്ത് സംഭവിച്ചതാണ്, അല്ല നിനക്ക് ഞങ്ങളുണ്ട്, നീ സമാധാനമായിട്ടിരിക്കെ, ഇപ്പം എനിക്ക് നിൻ്റെ പേരിൽ വരുന്ന കോളുകൾ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരനെ വിളിക്കേണ്ട കാര്യമുള്ളായിരുന്നു, ഒറ്റ പോലീസുകാരനെ വിളിക്കേണ്ട കാര്യമുള്ളായിരുന്നു. ആ കാര്യത്തിൽ അവിടെ ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടത്തില്ലായിരുന്നു. അവൻ്റെ വീട്ടുകാരോട് സംസാരിക്കായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ വീട്ടുകാർക്കും ചിലപ്പോൾ ഈ വിഷയം എന്താണെന്ന് അവർക്ക് മനസ്സിലായി കാണത്തില്ല. അവരും ഇത് ഏതാണ്ട് വലിയ ലോണുകാരാണെന്നും ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ അവർ കൊന്നുകൊല വിളിക്കുന്നതായിരിക്കും അതുങ്ങളും പാവങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു ലോൺ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒട്ടും പാനിക്കാകണ്ട. ഈ പറയുന്ന 2-3 കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, ഇവരുടെ കോളുകളോടൊന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പേരിൽ നമ്മളെ ആര് കളിയാക്കിയാലും പുല്ലാണെന്ന് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി, ഇനി ഞാൻ റിപ്ലൈ തരാം.